ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. ഞാൻ തെറ്റാണോ? എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. മനുഷ്യർ കൈക്കുഞ്ഞുങ്ങളടക്കം പ്രാണൻ വാരിപ്പിടിച്ച് പെരുവഴി ആധാരം എന്ന ഗതികെട്ട ദുരന്തകാല ചിത്രത്തോട് ചേർത്ത് വെക്കാവതല്ല. ആവോല് പൊരിച്ചടക്കം നിറഞ്ഞ തീന്മേശാ ദൃശ്യങ്ങൾ അവിടെയാണ് പ്രശ്നം. ഞാനിത് കേൾക്കേണ്ടവനാ. നീതി കേൾക്കണമെന്ന് തന്നെയാണ്. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. പക്ഷെ മഹത്വം എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടില്ല. അത് കൺഫേമാ. വാക്കിലും പ്രവൃത്തിയിലും ആദ്യ പിടിച്ച മനുഷ്യർക്കൊപ്പം നാടിന്റെ നേതാവ് കട്ടയ്ക്ക് നിൽക്കുന്ന സമയത്ത് ആ ചിത്രം പുറത്തേക്കെത്തൽ ഔചിത്യ പ്രശ്നമാണ്. മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമാണ്. അന്ന് 2018-ൽ മുഖ്യമന്ത്രി നിരാഹാരമെന്ന് ഞാൻ അറിഞ്ഞില്ല, ആഹാരം കഴിച്ചത് അപരാധമെങ്കിൽ മാപ്പ് എന്ന പരിഹാസം ആ മനുഷ്യരെ കളിയാക്കലാണ്. CMA ഒഡാസിറ്റിയാണ്, ഇൻസെൻസിറ്റിവിറ്റി. അടിച്ചു നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. ഭാര്യാപിതാവിനെ കാണലടക്കം ഹെലികോപ്റ്റർ റാന്നിയിലെയോ കോട്ടയത്തോ ഒരു ക്യാമ്പിൽ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ട സമയത്ത് സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് കത്രിക പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ എന്തിനായിരുന്നു എന്ത് കാര്യം? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില്. ഇത്തരം യാത്ര കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം? അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട്, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ അതിര് കിടക്കും. അതൊന്നും അല്ല ഇപ്പോഴത്തെ ആനക്കാര്യം. ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ഈ നിമിഷവും ആ പെരുമഴപ്പെയ്ത്തിൽ ഹെല്ലോ ഫയർ നരകയാതനയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? ഓണക്കാലത്തേക്ക് വിൽക്കാൻ വെച്ച സ്റ്റോക്ക് മൊത്തം വെള്ളമെടുത്ത് പോയ കച്ചവടക്കാർ. വീട് പോയവന് 4 ലക്ഷത്തിന് 6 ലക്ഷം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. നല്ല കാര്യം. പക്ഷേ 6 ലക്ഷത്തിന് പാറ ഇറക്കാൻ തികയുവോ? ആവർത്തന ദുരന്തങ്ങൾക്കൊടുവിൽ കൊള്ളാവുന്ന ഒരു മഴ മുന്നറിയിപ്പ് സംവിധാനമില്ലാതെ കേരളമാണോ കേന്ദ്രമാണോ ഉത്തരവാദി എന്ന അർത്ഥമില്ലാ ചർച്ചയുടെ പ്രാകൃതാവസ്ഥയെങ്കിൽ ഞങ്ങളുടെ ബുദ്ധി പോയി. പൊട്ടിവീണ മഴയ്ക്ക് എന്തു ചെയ്യും എന്നൊരു സിസ്റ്റം പിന്നെയും ആകാശത്തേക്ക് വാപൊളിക്കലെങ്കിൽ തോറ്റ മനുഷ്യർക്ക് ഒറ്റ വഴി, പടച്ചവനെ കാക്കണേ എന്ന പ്രാർത്ഥന. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി, ചോദ്യങ്ങളായി, ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറിലുണ്ടാവുള്ളൂ.